അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ വലിയ ഉന്നതമായ പദവിയിലെത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കടൽക്കരയിലിരിക്കുകയാണ്. കടൽക്കരയിൽ സമയത്താണ് വിവരം കേൾപ്പീൻ ഒരു ദിനം തങ്ങൾ ഓരോ കാനേ അതിൽ ബഹദരിൽ അരശാജബിറായിൽ എൻ്റെ മാല കാണേ. അവരുടെ വശമിൽ ഒരു സൂഫും പീഡിത്താനേ നിലയായി അത് കരുതിയിട്ട പൊളുതിര ചോദ്യം തൊടുത്താനേ. ഇവ കുത്തുബന്തിനതിനിമയോരും ബിരുത്താനേ പരനെ ഹിതമിൽ ഇഷ്ടം ഉടമൊഹിബോർ പേർ എഴുതാനേ. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിമിനോട് നിങ്ങൾ കടൽക്കരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്നിട്ട് സലാം പറഞ്ഞു. സലാം അടക്കിയപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഒരു ഏടുണ്ട്, ഒരു കിതാബ്. അപ്പോൾ ഇബ്രാഹിമിനോട് നിങ്ങൾ ചോദിച്ചു, എന്താ ഈ കിതാബ് കയ്യിൽ ചോദിച്ചു, എന്തിനാണ് ഈ കിതാബ് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയണേ ഹിതമിൽ ഇഷ്ടം മുടമുഹിബോർ പേർ എഴുതാനേ. ഈ കിതാബ് അല്ലാഹുവിൻ്റെ മുഹിബുകളുടെ പേരെഴുതുന്ന കിതാബാണ് എന്ന് പറഞ്ഞു. ഈ സമയം മഹാനായ ഇബ്രാഹിമിനോട് തങ്ങൾ പറയുകയാണ്, യേശിടുവാൻ രണ്ടൊരു തരി താറ്റലി വലിയാണ്ടേ മൊളികയ്യനതുടെ നാമത്തെയും അതിൽ ചേർത്ത് ഇടുവീരേ. പശുതില റൂഹുൽ അമിനവർ ചൊന്നാറൂമൈ താമേ പരിശ് പെരുന്നൊരിൽ ചേരാ സബപതിനാൽ ഈടാഞ്ഞാനേ. അപ്പോൾ ഇബ്രാഹിമിനോട് തങ്ങൾ പറഞ്ഞു, ഈ പാവപ്പെട്ട ഇബ്രാഹിമിൻ്റെ പേരും അതിലൊന്ന് എഴുതൂന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന കിട്ടാതെ ഇതിൽ എഴുതാറില്ല എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. വ്യസനമെ കേട്ട് വിലയർ മൊഹിബിങ്ങേളിലാണേ മനതിൽ മഹസിനഹമ്പത്തവഞ്ഞനതായി കൂറിപ്പാനേ. മുഷിബതിൽ സമിയായി ഒരു നിത കൂവത്തുൽ മാത്തീനേ അവരെ മുതൽ പരിചേർത്തോ ഹുവ മൊഹിബോരിൽ റഈസാണേ. മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾ ആകെ വിഷമിച്ചു. കാരണം ജിബ്രീൽ പറഞ്ഞത് അള്ളാഹിൻ്റെ കൽപ്പന കിട്ടാതെ ഞാൻ ഇതിൽ പേരെഴുതൂലായിരുന്നു. ഉടനെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സ പറഞ്ഞു, ജിബ്രീൽ എൻ്റെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ വലിയ മുഹിബ്ബാണ്, മുഹിബ്ബീങ്ങളിൽ റഈസാൻ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ പേരും അതിൽ ഒന്നാമതായി തന്നെ എഴുതു ജിബ്രീൽ. കണ്ടോ എവിടെ എത്തി മഹാനായ ഇബ്രാഹിം തങ്ങൾ. ബൽഖാസ് സാമ്രാജ്യമൊക്കെ വിട്ടൊഴിഞ്ഞ് തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ദുനിയാവിൽ മൊത്തം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് അടുത്തു. ഇങ്ങനെ ഒരു അടുക്കൽ നമുക്ക് വേണോ വേണ്ടേ എന്ന് നാം ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കാര്യം അപകടമാണെന്നാണ് 99% മനസ്സിലാകുന്നത്. മുശിവതിൽ സെമിയായി ഒരു നീത കൂവത്തുൽ മാത്തീനേ അവരെ മുതൽ പരിചേർത്തോ മുഹിബോരിൽ റഈസാണേ. അതാണ് ജിബ്രീലിനോട് പറഞ്ഞത്. അല്ലാഹ് ഒരു മുഹിബുകളുടെ കൂട്ടത്തിൽ റഈസായവരാണ്, നേതാവാണ്. അതുകൊണ്ട് ഒന്നാമതായി തന്നെ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ പേരെഴുതു ജിബ്രീൽ. കണ്ടോ, അങ്ങനെ ഏടിൽ മഹാനായ ഇബ്രാഹിമിനും തങ്ങളുടെ പേരും അള്ളാഹുവിൻ്റെ മുഹിബുകളുടെ പേരെഴുതുന്ന പട്ടികയിൽ ജിബ്രീൽ അലൈഹിസ്സലാം കുറിക്കപ്പെട്ടു എന്നാണ് ചരിത്രം.